ശരണമയ്യപ്പ, സ്വാമി ശരണം. അപ്പം ഞങ്ങൾ പൂവർണി മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഇപ്പോൾ ഏത് ക്ഷേത്രമാണ് സ്വാമി? ചെറുക്കടവ് മഹാദേവ ക്ഷേത്രം. ചെറുക്കടവ് മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ പൂവർണിയിൽ നിന്ന് 19 കിലോമീറ്ററാണ് മാപ്പിൽ കാണിച്ച ദൂരം. അപ്പം ഇപ്പം ഞങ്ങളൊരു 7 കിലോമീറ്റർ നടന്നു. ഇനിയിപ്പോൾ ഒരു 12 കിലോമീറ്ററും കൂടിയുണ്ട്. അപ്പോൾ എല്ലാ സ്വാമിമാരും എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു, പ്രതീക്ഷിക്കണു. സ്വാമി ശരണം. പൊന്നൊന്നും കഴിഞ്ഞിട്ട് ചെറുക്കടവ് ഉണ്ടല്ലോ, അത് ലേറ്റ് ആണോ? 9:30 10 ആവും. നാളെ മെല്ലെ കുറച്ചല്ലേ ഉള്ളൂ, 14 കിലോമീറ്ററല്ലേ മേടിക്കുന്നത്. സ്വാമി ശരണമയ്യപ്പ. അപ്പോൾ ഞങ്ങൾ എലിക്കുളത്തൊരു ചായ കുടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങിയിട്ട് പൂവർണിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 1 മണിക്കൂറായി. ഇനി ഞങ്ങൾക്ക് 12 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനുണ്ട്. നമ്മുടെ വിഷ്ണുസ്വാമി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാമി ശരണമയ്യപ്പ. ശരണമയ്യപ്പ നല്ല മനോഹരമായിട്ടുള്ള കർവാണ്. ഇതിപ്പോൾ ഈ റൂട്ടിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ സ്ഥിരം ഞങ്ങൾ വേറെ റൂട്ടാണ് പിടിക്കാറുള്ളത്. ഇപ്പോൾ ഇന്ന് നമ്മൾ റൂട്ട് മാറ്റി പിടിക്കുകയാണ്. സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ. ഇപ്പം നടന്നു പോകുന്ന സ്വാമിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൂടെയുള്ള സ്വാമീനെ എപ്പോഴും ഒപ്പം കൊണ്ടുപോകാൻ ശ്രമിക്കുക. പിന്നെ അവർ ഓക്കെ ആണോ എന്ന് അറിയാൻ ശ്രമിക്കുക. അവർക്ക് ഇഞ്ചറി ഉണ്ടോ, അവരെ മാനസികമായിട്ട് തളർത്താതിരുത്തുക. പിന്നെ അവര് ചിലപ്പോൾ സ്ലോ ആയിരിക്കാം, അത് പറഞ്ഞിട്ട് നമ്മൾ അവരെ തളർത്താതിരിക്കുക. അവരും ഒരു അയ്യപ്പനാണ്, അവർക്കും അയ്യപ്പനെ കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്ത് അവരെ ഓക്കെ ആക്കി കൊണ്ടുവേണ്ടത് നമ്മുടെ ചുമതലയാണ്. അപ്പോൾ ഈ ശരണമയ്യപ്പ.